ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ടർബോ ഇറങ്ങിയ ചില തിയേറ്ററുകളിൽ വമ്പൻ വെള്ളപ്പൊക്കം എന്ന് തന്നെ പറയാം. അതായത് ഡീഗ്രഡേഴ്സിന്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ള വെള്ളം കൊണ്ടാണ് അവിടെ വെള്ളപ്പൊക്കം വന്നിരിക്കുന്നതെന്നാണ്. അതായത് ശക്തമായ ഡീഗ്രേഡേഴ്സ് അവിടെ ഇരുന്ന് മൂങ്ങുന്ന ഒരു കാഴ്ച ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ കളക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞ് വേണമെങ്കിൽ കരയാമെന്നുള്ളൂ, അല്ലെങ്കിൽ പ്രീസെയിലേക്ക് പിടിക്കാം. കാരണം അമ്മാതിരി ഒരു കൊല തൂക്കാണ് എന്നുള്ളത് ഒരുമാതിരി എല്ലാവർക്കും ഈ സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. പ്രത്യേകിച്ച് കൈയടിക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എന്തായാലും മനുഷ്യനാണ്, അതുകൊണ്ട് പ്രായം കൺസിഡർ ചെയ്യരുതെന്ന് പറയരുത്. നടനാണ്, ഏത് പ്രായത്തിലും അഭിനയിക്കും, ഒക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഒരു പ്രായമുണ്ട്. അതാത് പ്രായത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന പ്രകടനം വരുമ്പോൾ തന്നെയാണ് നമ്മൾ ആ ഒരു പ്രായത്തിനെ ഗവനിക്കുന്നതും. എന്താണേലും മമ്മൂട്ടിയുടെ ഈ 73-ാം വയസ്സിലെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമയിൽ കാണാനുള്ളത്. ഈ സിനിമ ഇത്രയും മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇത്രത്തോളം ജനങ്ങൾ ഈ ഒരു റേഞ്ചിലേക്ക് പറയണം എന്നുണ്ടെങ്കിൽ ഒറ്റ ഫാക്ട് തന്നെയുള്ളൂ, അതിൽ മുഴുവനായിട്ട് നിറഞ്ഞാടിയിരിക്കുന്നു മമ്മൂട്ടി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള പെർഫോമൻസ് തന്നെയാണ്. സിനിമ സാധാ സിനിമ തന്നെയുള്ളൂ, അല്ലാതെ എടുത്തു പറയാൻ വമ്പൻ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു സിനിമയെ വമ്പനാക്കിയത് മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയായി വന്നപ്പോൾ മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ മികച്ച രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ കൊണ്ടുവന്നിരിക്കുന്ന താരങ്ങൾക്ക് മികച്ച രീതിയിൽ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സംവിധായകനെ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്നെസ്സിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ ഉപരി നായകനായി നിൽക്കുന്ന ആൾ തന്നെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിമനോഹരമായിട്ട് മികച്ച ആർട്ടിസ്റ്റുകളെ ചൂസ് ചെയ്യുന്നു, മികച്ച ടെക്നീഷ്യൻസിനെ ചൂസ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ടർബോയിൽ കാണാവുന്നതാണ്. ഇന്ന് ഇതുവരെ ടർബോയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് 2,60,00,000 രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളത്. അതായത് 60% മുകളിലുള്ള ഒക്യുപ്പൻസി. ഈ ഒരു പെരുമഴയത്തും ജനങ്ങൾ കയറണമെങ്കിൽ അത് ആ റേഞ്ചിൽ തന്നെയാണ്. ശരിക്കും ഇങ്ങനെയുള്ള ഒരു സിനിമ പാളാൻ വലിയ ചാൻസും അല്ലെങ്കിൽ വലിയ എളുപ്പവുമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ മാസ് മസാലയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പല രാജ്യങ്ങളിലെയും പല ഭാഷകളിലെയും പല ദേശങ്ങളിലെയും മാസ് മസാല നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യരാണ്. ഇവിടെ രജനീകാന്തിൻ്റെ പടവും വിജയുടെ പടവും ഒക്കെ വരുമ്പോൾ കൈയടിക്കുന്ന അതേ മലയാളികൾ ഈ പ്രാവശ്യം മലയാള സിനിമയും അങ്ങനെ തന്നെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അമ്മാതിരി ഒരു കൊടൂര മാസമായിട്ട് തന്നെയാണ് വരുന്നത്. മോഹൻലാൽ അദ്ദേഹം ജയിലറിൽ ഒരു ചെറിയ ഈ പറഞ്ഞ പോലെ വേഷത്തിൽ വരികയും മികച്ച രീതിയിൽ കൈയടിക്കുകയും ചെയ്ത് വിജയിപ്പിച്ച മലയാളികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതേ മലയാളികൾ ടർബോയും അതേ റേഞ്ചിൽ തന്നെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. വേറൊന്നുമല്ല, അമ്മാതിരി ഒരു കൊല മാസ് ഐറ്റം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇമ്മാതിരി ഒരു ഇടിപ്പടം വരുന്നത് എന്ന് തന്നെ പറയാം. അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ മമ്മൂട്ടി സിനിമകളിലും അങ്ങനെ തന്നെ എന്ന് പറയാം. ഈ കരിയറിൽ 420ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയിൽ. ഇതേപോലെ ഉള്ള ഒരു ഗംഭീര ആക്ഷൻ പടങ്ങൾ, അല്ലെങ്കിൽ ആക്ഷൻ പടം കാണാൻ കഴിയുന്നത് ആദ്യമായിട്ട് തന്നെ. മലയാളത്തിലുള്ള സിനിമകളിലും അങ്ങനെ തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. മികച്ച രീതിയിൽ തന്നെ സിനിമ പോകുന്നു. അപ്പോൾ പല ഡീഗ്രേഡിങ് ശക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ പെരുമഴയത്ത് കുത്തിയിരുന്ന് കരയുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ. പലരും പല ചാനലുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അതിന് നെഗറ്റീവ് അടിക്കാനുള്ള ആദ്യ വകുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങൾ വെള്ളിയാഴ്ച ഉണ്ടാകാം, ശനി ഞായർ അവർക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നറിയാം. തിങ്കളാഴ്ച വന്നിട്ട് പടം വീണോ എന്നൊരു ചോദ്യവുമായിട്ട് വന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അത് ഡീഗ്രേഡേഴ്സിന് എന്തായാലും ഡീഗ്രേഡേഴ്സ് വെറുതെ ഇരുന്ന് കരയട്ടെ. കഴിഞ്ഞ ഏകദേശം 15 മമ്മൂട്ടി സിനിമകൾക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മോങ്ങുക എന്നുള്ള ആകെ ഒരു കലാവാസന കൊണ്ട് അവർക്ക് നിൽക്കേണ്ടി വരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ ഫസ്റ്റ് ദിവസം ഈ സിനിമ എത്ര കളക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആടുജീവിതവും അതേപോലെ തന്നെ മലൈക്കോട്ടെ വാലിബനെയൊക്കെ മലർത്തി അടിച്ച് തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. 3,51,00,000 മുകളിലാണ് സിനിമയുടെ വന്നിരിക്കുന്നത്. 3,50,00,000 നേടിയ ആടുജീവിതവും അതിൽ 3,40,00,000 താഴെ നേടിയ മലൈക്കോട്ടെ വാലിബിന്റെയും ആദ്യ ദിനത്തെ പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡ് തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്നലെ സിനിമ പ്രീസെയിലൂടെ റെക്കോർഡ് ഇട്ടിരുന്നു എന്നുള്ളതാണ്. ഇനി കിങ് ഓഫ് കൊത്ത അതിന് മുകളിൽ നിൽപ്പുണ്ട്. ആ റേഞ്ചിലേക്ക് എത്തിയില്ല, പക്ഷേ ഏതാനും 10-20 ലക്ഷം രൂപയുടെ റേഞ്ചിലാണ് ആ ഒരു കാര്യം പോയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനാണ് സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് അറിയാനുള്ളത്, ഇന്ന് എത്രയായിരിക്കും സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? മമ്മൂട്ടി തന്നെ പറയുന്നു 70ഓളം രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതും നിങ്ങളുടെ പ്രഡിക്ഷനും കറക്റ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ബ്രോസ്.